PV അൻവറിന്റെ ആരോപണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ADGP MR അജിത് കുമാറിനെ ഇന്നലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരുന്നു. അങ്ങനെ നീക്കിയെങ്കിലും ഒളിച്ചുകളി തുടരുകയാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും. എന്ത് കാരണത്തിന്റെ പേരിലാണ് അജിത് കുമാറിനെ നീക്കിയതെന്ന് ഉത്തരവിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിലോ ഇല്ല. PV അൻവർ MLA ഉന്നയിച്ച മരംമുറിയും സ്വർണ്ണക്കടത്തും തുടങ്ങി റിദാൻ വധക്കേസ് വരെ നീളുന്ന 15 വിഷയങ്ങൾ ADGPക്കെതിരെ നിലനിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഗൗരവമുള്ള വിഷയമാണ്. ഇവയിൽ അന്വേഷണം നടത്തി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടാണ് അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേര തെറിപ്പിച്ചത്. നിലവിലുണ്ടായിരുന്ന സായുധ പോലീസ് ബറ്റാലിയന്റെ ചുമതല നിലനിർത്തിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് സർക്കാർ ചെയ്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമിനെയും നിയമിച്ചു. എന്നാൽ അജിത് കുമാറിനെ മാറ്റാനുണ്ടായ കാരണം വ്യക്തമാക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പും ആഭ്യന്തര വകുപ്പിന്റെ സ്ഥാനമാറ്റ ഉത്തരവും പുറത്തുവന്നത്. അജിത് കുമാറിന്റെയും മനോജ് എബ്രഹാമിന്റെയും സ്ഥാനങ്ങൾ മാറ്റിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവാണ് പുറത്തുവിട്ടത് എന്നതുകൊണ്ട് തന്നെ കാരണം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്റലിജൻസ് ADGP സ്ഥാനത്ത് നിന്ന് മനോജ് എബ്രഹാം ഉടൻ പുതിയ പദവി ഏറ്റെടുക്കില്ല. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ അടിയന്തര പ്രമേയ ചോദ്യങ്ങളും മറുപടിയും ഏകോപിപ്പിക്കേണ്ടത് ഇന്റലിജൻസ് മേധാവിയാണ്. നിലവിൽ പുതിയ ഇന്റലിജൻസ് മേധാവിയായി ആരെ നിയമിക്കണമെന്ന കാര്യത്തിലും സർക്കാരിന് അവ്യക്തതയുണ്ട്. ADGPമാരുടെ എണ്ണക്കുറവാണ് പുതിയ മേധാവിയെ കണ്ടെത്തുന്നതിന് തടസ്സമാകുന്നത്. അതേസമയം അജിത് കുമാറിനെതിരായ നടപടി വൈകിപ്പോയെന്നും പേരിന് മാത്രമുള്ള ഈ നടപടിയിൽ 1 മാസത്തെ കാലതാമസം എന്തിനായിരുന്നുവെന്നുമാണ് CPIയും RJDയും ചോദിക്കുന്നത്. സഭാ സമ്മേളനത്തിൽ CPI ആഭ്യന്തര വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് കാട്ടി CPI CPMന് നൽകിയ കത്താണ് മുഖ്യമന്ത്രിയെ സ്ഥാനമാറ്റ ഉത്തരവിൽ ഒപ്പിടുന്നതിലേക്ക് എത്തിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.